കൊറേ മുമ്പൊക്കെ വീഡിയോസിലൊക്കെ വരാനായിട്ട് ഭയങ്കര നാണായിരുന്നു. അത് വരാറുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോസിലൊക്കെ വന്നു തുടങ്ങിയത് തോന്നല്ലേ? അതെന്താ അങ്ങനെ? ഞാൻ ഓൾറെഡി വർക്കിന് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കൊച്ചിന്റെ കണ്ടന്റ് അല്ലേ കൂടുതൽ, അപ്പൊ നമുക്ക് അതിനകത്ത് വലിയ റോളില്ല. അതാണ് സത്യം. വീഡിയോ ഇപ്പൊ എനിക്ക് റോളുണ്ട്. നേരത്തെ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയാൽ 9 മണിക്ക് വരും. പിന്നെ ആ ജോലി നിർത്തി വേറൊരു ജോലിക്ക് കയറിയപ്പോ 6-6:30 മണിയാവും. അപ്പൊ ഞാനിവനും മാത്രമുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇവനാ ഡേ കെയറിൽ അംഗനവാടിയിൽ കൊണ്ടുപോയി ആക്കുന്നതും തിരിച്ചു കൊണ്ടുവന്നതും ആ വീഡിയോ ഇട്ടാ സത്യത്തിൽ വൈറലായത്. ഇപ്പൊ കുറെ പേര് അത് മിസ് ചെയ്യുന്നുണ്ട്. പിള്ളേരൊക്കെ കമന്റ് ചെയ്യും ഇവനെ ഡേ കെയറിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വീഡിയോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണേ ചേച്ചി. അതായത് ഇവൻ വഴി കൂടി കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വോയിസ് ഓവർ കൊടുത്തിടും. നമ്മുടെ സ്ഥലവും മൊത്തം ആ വീഡിയോയിലുണ്ട്. നമ്മുടെ സ്ഥലം, കടകള്, നമ്മുടെ നാട്ടിലുള്ള എല്ലാരും ഉൾപ്പെടുത്തിയാ ഞാൻ ആ വീഡിയോ ചെയ്തോണ്ടിരുന്നത്. അത് ആ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ തിരക്കി വീട്ടിൽ വരും. വഴിയൊക്കെ ഉണ്ടല്ലോ, അല്ല കുഞ്ഞു പിള്ളേര് അച്ഛനും അമ്മക്കും വഴി പറഞ്ഞു കൊടുത്തിട്ട് വണ്ടിയില് കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേരെ വഴി പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിക്കും കൊച്ചു കൊച്ചു പറഞ്ഞു തന്നിട്ട് ഈ വഴി പറഞ്ഞു തന്നു. കാരണം ഈ വീഡിയോയില് വ്ലോഗില് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ആദ്യമൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്തോണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, അതായത് തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം എന്ന് പറഞ്ഞാൽ ഇവനൊന്നും ഇല്ല. ഞാൻ ഇവനെ ഗർഭിണിയായിരുന്നപ്പോഴും എന്താണെന്ന് തോന്നുന്നു ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടത്. പിന്നെ അത് ഒന്നും ചെയ്തില്ല. പിന്നെ ഇവൻ ജനിച്ചു കഴിഞ്ഞപ്പോ ഇവന്റെ ഡെലിവറി സ്റ്റോറി, പിന്നെ ഇവനെ കുളിപ്പിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തത്. പക്ഷെ അതൊന്നും അങ്ങനെ ക്ലച്ച് പിടിച്ചില്ല, അറിയാലോ, റീച്ച് ആയില്ല. പിന്നെ ഞാനിത് ഇട്ടിട്ട് പോയി. പിന്നെ ആ സമയത്ത് നമുക്ക് ഈ യൂട്യൂബും എഡിറ്റിങ്ങും ഫോണിന്റെ പുറകെ നടക്കാൻ സമയമില്ല, കുഞ്ഞല്ലേ. പിന്നെ ഇവൻ കുറച്ചുകൂടി ഒരു 5-6 മാസമായപ്പോ ഞാൻ പിന്നെയും ചെയ്യാൻ തുടങ്ങി. സ്കെച്ച് വീഡിയോസ് ഇല്ലേ, നമ്മൾ തന്നെ പല പല ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ തന്നെ പല പല വേഷം, 3 റോളും 4 റോളും. ചേട്ടൻ ഞായറാഴ്ച ലീവുള്ള ദിവസം, അപ്പൊ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന, അപ്പൊ ലീവുള്ള ദിവസം ചേട്ടൻ എന്ത് ചെയ്യും, അവൻ പോവാണ്. ചേട്ടന് ലീവുള്ള ദിവസം ചേട്ടൻ വീഡിയോ എടുത്തു തരുമായിരുന്നു. അങ്ങനെ ഇട്ടോണ്ടിരുന്നത്. പിന്നെ അതും റീച്ച് ആവാണ്ടായപ്പോ ഞാൻ ഈ പബ്ലിക് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി മറൈൻ ഡ്രൈവിലൊക്കെ വന്നിട്ടൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ. ആ ചേട്ടനെ എപ്പോഴും അപ്പൊ ഞായറാഴ്ച ചേട്ടന് ലീവുള്ളപ്പോ ഇവനെ ചേട്ടൻ്റെ കൊടുക്കും. ഇവനപ്പോ ഒരു വയസ്സൊന്നും ഇല്ല. എന്നിട്ട് ഞാൻ എന്റെ അനിയനെയും വിളിച്ചോണ്ട് മറൈൻ ഡ്രൈവില്, ചേർത്തലയില്, നമ്മളിപ്പം ലോട്ടറി അടിച്ച 10 ലക്ഷം രൂപ പെട്ടെന്ന് ലോട്ടറി അടിച്ച എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ചോദിക്കത്തില്ല. അങ്ങനെയൊക്കെ ചോദിച്ച് എല്ലാരെയും കൊണ്ട് പബ്ലിക് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുപ്പിക്കുമായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അതിന്റെ റിവ്യൂ വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു, കുറെ ചെയ്യും. അങ്ങനെ ഞാൻ തന്നെ ചെയ്ത് ഞാൻ ഈ 1000 സബ്സ്ക്രൈബറും 4000 വാച്ചവറൊക്കെ ആക്കി എടുത്ത് മോണിറ്റൈസേഷന്റെ കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്ത്. പിന്നെ അപ്പോഴാണ് പിന്നെ നമ്മളത് ഇട്ടിട്ട് പോകും. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര സബ്സ്ക്രൈബേഴ്സ് അല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറിയാലും പൈസ കിട്ടാൻ നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടാണ്ട് നമ്മൾ ഇതിൽ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിനെപ്പറ്റി ചോദിക്കാനും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനും ആരും ഇല്ല. അപ്പൊ ഞാൻ ഇനിയും ഇതിൽ തന്നെ വർക്ക് ചെയ്തോണ്ടിരുന്ന എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആരോടും ചോദിക്കാൻ അറിയാവുന്നവരില്ല. പിന്നെ ഞാൻ ഇട്ടിട്ട് പോകും. പിന്നെയും ഇവനെ ഇട്ടിട്ട് വേറെ ജോലിക്ക് പോകാൻ പറ്റണില്ല. പിന്നെയും കറങ്ങി തിരിഞ്ഞ് യൂട്യൂബിൽ വരും. പിന്നെ ഇട്ടിട്ട് പോകും, പിന്നെയും വരും. പിന്നെ ഇവനൊരു 3 വയസ്സായപ്പോ ഇവന്റെ ഈ ഡേ കെയർ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഒരു ദിവസം 3 ഷോർട്സ് ഇത് ഇടാൻ തുടങ്ങി. ഏത് വീഡിയോ ആണ് ഫസ്റ്റ് വൈറലായത്? ഏതായിരുന്നു? ആ ഫുട്ബോൾ മിഠായി, ഈ കുഞ്ഞമ്മയുടെ കടയിൽ നിന്ന് ഒരു ബോൾ മിഠായി ഫുട്ബോളിന്റെ അതുപോലത്തെ കവറിൽ പൊതിഞ്ഞിട്ട് വരും. അത് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ട് 2 രൂപയാണ് ആ മിഠായിക്ക്. നമ്മുടെ ഫുട്ബോൾ പോലെ ഇരിക്കും. അത് അതിന്റെ പൊതി സിൽവർ കളറിൽ, ഇത് തുറക്കുമ്പോ ചോക്ലേറ്റ് മിഠായിയാണ്. അത് വെച്ചിട്ട് ഇവൻ കളിക്കുന്ന ഒരു വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടതാ. ഇവൻ അംഗനവാടിയിൽ നിന്ന് വന്ന വിശേഷം എല്ലാം കൂടി പോയി കളിച്ചോട്ടെ. അപ്പൊ അതെല്ലാം കൂടി ചേർത്തിട്ട ആ വീഡിയോ 1 മില്യൺ കഴിഞ്ഞ് 12 ലക്ഷം 13 ലക്ഷം 14 ലക്ഷം ഇല്ല, കുഴപ്പമില്ല, സ്ലൈഡിന് വേണം. അങ്ങനെ ആ വീഡിയോ ആണ് ആദ്യമായിട്ട് വൈറലായത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും 3 ഷോർട്സ് എങ്ങനെയെങ്കിലും ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നില്ല, അൻസയുടെ സൗണ്ട് ആണ് അതിനകത്ത് നിറഞ്ഞിങ്ങനെ നിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഏത് വീഡിയോ എടുത്താലും ആ സൗണ്ട് എനിക്ക് എവിടെ നിന്ന് കേട്ടാലും അറിയാം. സൗണ്ട് കേട്ടാ എനിക്കറിയാം. ഞാൻ മോള് ഇങ്ങനെ വെക്കുമ്പോഴേക്കൊക്കെ കുഞ്ഞപ്പന്റെ വീഡിയോ അല്ലേ വെക്കുന്നത്. എനിക്ക് അതില് ഭയങ്കര സങ്കടമായ ഒരു സംഭവം ഉണ്ട്. അതായത് ഞങ്ങളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് അതിരപ്പള്ളി പോയായിരുന്നു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ നമ്മൾ വിചാരിച്ചില്ല, 1 ഡേ ട്രിപ്പ്, രാവിലെ പോയിട്ട് വൈകിട്ടായപ്പോ ഞങ്ങൾ വീട്ടിലെത്തി. ഇത്രയും അധികം പിള്ളേർ, ഇത്രയും പേര് നമ്മൾ അറിയാവുന്നവരുണ്ടെന്ന് അതിരപ്പള്ളി ഉണ്ടാവും ഞാൻ സ്വപ്നം പോലും വിചാരിച്ചില്ല. അപ്പൊ ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വന്ന് കുഞ്ഞപ്പനെയാണ് വേണ്ടത് ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾ മാറി നിന്ന് കൊടുക്കും, ഫോട്ടോ എടുക്കുക. അങ്ങനെയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കിലോമീറ്റർ, 1/2 കിലോമീറ്ററോളം താഴത്തോട്ട് നമ്മൾ ഇറങ്ങി പോണം ഇത് കാണാൻ. പിന്നെ അരുവി മോളില്ല, അരുവിയിൽ ഒരു 3 മണി, വൈകിട്ട് 3 മണി വരെ അരുവിയിൽ കളിച്ച്, അത് കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി. ആ ഇറങ്ങുന്ന വഴിയൊക്കെ എല്ലാരും ഇങ്ങനെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു, തിരിച്ച് കയറുന്ന വഴിയും.
പെട്ടെന്ന് ഒരു അച്ഛനും അമ്മയും കൂടി ഈ അമ്മ എന്നോട് മോളെ ഒന്ന് നിൽക്കുവാന്നൊക്കെ ചോദിച്ച് വിളിച്ച്. അപ്പം ഫ്രണ്ടിൽ അച്ഛനുണ്ട്, അച്ഛന്റെ കൂടെ ഒരു വലിയ മോനുണ്ട്, ബാക്കിൽ ഈ അമ്മയുടെ കൂടെ വേറൊരു മോനുണ്ട്. അവനൊരു 8-ലോ 7-ലോ ഒക്കെ ആയിരിക്കും ആ മോൻ. അപ്പൊ അതേ ഒന്ന് ഫോട്ടോ എടുക്കാനായിരുന്നു, മോളോട് മിണ്ടാനായിരുന്നു, എന്തൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാനാണോ എടാ നോക്കടാ എന്താടാ കണ്ടിട്ട് മൈൻഡ് ഇവൻ കുനിഞ്ഞു നിൽക്കുക. അപ്പൊ ഞാൻ ഇവനോട് മിണ്ടിട്ട് ഇവൻ മുഖത്തിട്ട് നോക്കുന്നില്ല. അപ്പൊ ഞാൻ എന്താ നാണമാണോ എന്ന് ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ അവന് കണ്ണിന് കാഴ്ചയില്ല ആ മോന്. അപ്പൊ ആ അമ്മ പറയുവാണ്, ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ ഞങ്ങൾ കലബില വർത്താനം പറഞ്ഞോണ്ട് പോവല്ലേ, അപ്പൊ മോളുടെ സൗണ്ട് അവൻ കേട്ടു. അവൻ എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ വീഡിയോ മാത്രമേ കാണാറുള്ളൂ. അപ്പൊ മോളുടെ സൗണ്ട് കേട്ടപ്പോ അമ്മേ അത് ചേച്ചി കുഞ്ഞപ്പന്റെ അമ്മയുടെ സൗണ്ടാണ്, അത് കുഞ്ഞപ്പന്റെ അമ്മയുടെ സൗണ്ടാണെന്ന് പറഞ്ഞിട്ട് വിളിക്കെന്ന് പറഞ്ഞത്. അങ്ങനെ ആ ചേച്ചി എന്നെ വിളിച്ചതാ. എന്റെ സൗണ്ട് കേട്ട് അവൻ മനസ്സിലാക്കി ഞാനാണെന്ന്. ഈ വീഡിയോയിൽ സന്തോഷം നമുക്ക് ഉണ്ടാവില്ല. അതെനിക്ക് ഭയങ്കര അല്ല, ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെടാത്തവരുണ്ട് പിന്നെ അതായത് പിള്ളേര് ഫുൾ ടൈം ഈ വീഡിയോ തന്നെയല്ലേ വെച്ചോണ്ടിരിക്കുന്നത്. വീട്ടുകാർക്ക് എന്റെ സൗണ്ട് തന്നെ ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുമ്പോ ദേഷ്യം വരുമല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് വന്നിട്ടൊക്കെ ഉണ്ട്. അത് എത്ര നല്ല വീഡിയോസ് ആണെങ്കിലും വരുമല്ലോ, കണ്ണ് കിട്ടാതിരിക്കാനാന്ന് വിചാരിച്ചാ മതി. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പോണേ? ഒരിക്കലും നമ്മൾ വ്ളോഗ്സ് പ്ലാൻ ചെയ്താൽ നടക്കൂല. പ്ലാനിങ് ഒരിക്കലും നടക്കാറില്ല. ഷോർട്സ് ഞങ്ങൾ പ്ലാൻ ചെയ്യും, ഞാൻ പറഞ്ഞ കോണ്ടന്റ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യും ഷോർട്സ്. പക്ഷെ വ്ളോഗ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കൂല. അതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ മാത്രമേ വ്ളോഗ് ഇടും. ഇപ്പൊ അതിരപ്പള്ളി പോയി, അത് നല്ലൊരു വീഡിയോക്കുള്ള കോണ്ടന്റ് ഉണ്ട്. അല്ലാണ്ട് വെറുതെ വീട്ടിൽ നിന്നിട്ട് വെറുതെ ചറ പറഞ്ഞ നിങ്ങൾ കണ്ടന്റുകൾ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, അല്ല അത് കേറത്തുമില്ല. നല്ല വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ ഒക്കെ കേറത്തുള്ളൂ. ഈ പറ സൗദ എന്ന് പറയുന്ന ആ ഒരു വീഡിയോയുടെ അതെന്തായിരുന്നു അത്? അതായത് ആ ഡയലോഗ് ആ ടൈമിൽ ഭയങ്കര ഇതായിരുന്നല്ലോ, നമുക്ക് ഇവനെ കൊണ്ട് പറയിച്ചു നോക്കിയാലും ഇവൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? നമ്മൾ നിങ്ങൾ പറഞ്ഞു കൊടുത്ത ആള് ശ്രമിക്കും. അപ്പൊ അങ്ങനെ അത് കാരണം നമ്മൾ പറഞ്ഞ് അവനെ കൊണ്ട് ഒരു വിധത്തിൽ പറയിപ്പിച്ച് അതിന്റെ എന്താ പറയാ, അത് ഭയങ്കരമായിട്ട് വൈറലായി. അത് 4 മില്യണോ 5 മില്യണോ പെട്ടെന്ന് അത് കയറി വൈറലായി. അത് അടിപൊളിയായിരുന്നു. ആൾക്കാർക്ക് ഒരുപാട് പേര് അത് പറഞ്ഞു. അതായത് ഒറിജിനൽ ഈ സൗദയുടെ ആ ഇതില്ലേ, അത് എല്ലാരും എന്താ പറയാ, അത് ഇമിറ്റേറ്റ് ആ സൗണ്ട് വെച്ചിട്ട് ലിപ്പ് അനക്കി അങ്ങനെ ചെയ്യുന്നതല്ലേ. ഓൺ വോയിസിൽ ചെയ്തവര് വളരെ കുറവാണ്. ആ ടൈമിൽ ഇവന്റെ പ്രായമുള്ള കൊച്ചിനെ ഓൺ വോയിസ് ചെയ്യിപ്പിച്ചപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ഈ ഡബ് സ്മാഷ് പോലെ ചെയ്യിക്കണമെന്ന് വിചാരിച്ചേ ഇല്ല. ഒരാൾ അവിടെ പോയി ക്രിക്കറ്റ് കളിക്കാൻ കേട്ടോ, ബാറ്റ് എടുത്ത്. ഗൈസ്, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഫുട്ബോൾ ക്രിക്കറ്റ് എല്ലാം ഉണ്ടാവും. അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ തന്നെ ഞാനിങ്ങനെ അൻസനെ വിളിച്ചപ്പോഴേ എന്നോട് പറയുന്നുണ്ടായിരുന്നു, അവിടെ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ പാർക്കുകൾ അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരേ ചെയ്യാം. നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പാർക്ക് പാടില്ല, ടോയ് ഷോപ്പ് പാടില്ല, ഒന്നും പാടില്ല ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ആ പിള്ളേര് അവന് കൊടുത്തു കേട്ടോ, അവര് സീരിയസ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. അവൻ ചെന്ന് ചോദിച്ചപ്പോ കൊടുത്തു. അവൻ കളിക്കുന്നില്ല, ആ ബാറ്റ് പൊക്കാനുള്ള ഇതില്ല, ബാറ്റ് അവനേക്കാളും വലുതാണ്. ഇനിയിപ്പോ എന്തായാലും അവിടെ ആയിട്ട് സെറ്റ് ആയി പോയി. ഇനി നിങ്ങൾ ഇവിടുന്ന് എങ്ങനെ പോവാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കുഴപ്പമില്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തം കൊണ്ടുപോക്കോളാം, പേടിക്കണ്ട.